നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പുനലൂർ ശാസ്താംകോണം വള്ളക്കടവിനെ ബന്ധിപ്പിച്ച് കല്ലടയാറിന് കുറുകെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം. നിരവധി പരാതികൾ നൽകിയിട്ടും നടപടിയില്ല. പാലം വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുന്നു. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ 110 kV ട്രാക്ഷൻ സബ്സ്റ്റേഷന് വൈദ്യുതി നൽകുന്ന പദ്ധതി. ഭൂമിക്കടിയിലൂടെ കേബിൾ സ്ഥാപിക്കുന്ന KSEBയുടെ പ്രവൃത്തികൾ പൂർത്തിയായി. 3.5 മാസം നീണ്ട പ്രവൃത്തിയാണ് പൂർത്തിയായിട്ടുള്ളത്. ലോക യോഗാ ദിനാചരണം. വിവിധ കേന്ദ്രങ്ങളിൽ യോഗാ ദിനം ആചരിച്ചു. ഒരു ഭൂമി ഒരു ആരോഗ്യം എന്ന സന്ദേശവുമായിരുന്നു യോഗാ ദിനാചരണം. MDMAയുമായി SDPI പ്രവർത്തകൻ അറസ്റ്റിൽ. ഒരുവഴി കമ്പലടി സ്വദേശി അൻസറാണ് അറസ്റ്റിലായത്. റൂറൽ ഡാൻസ് ഓഫ് ടീമും ഷൂർനാട് പോലീസും ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വിശദമായ വാർത്തകളിലേക്ക്. പുനലൂർ ശാസ്താംകോണം വള്ളക്കടവിനെ ബന്ധിപ്പിച്ച് കല്ലടയാറിന് കുറുകെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആവശ്യം ഉന്നയിച്ച് വകുപ്പ് അധികൃതർക്ക് ഒപ്പുശേഖരണം നടത്തി നിവേദനം നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. പാലം നിർമ്മിച്ചാൽ പുനലൂർ പത്തനാപുരം മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കാനുമാകും. പുനലൂർ ശാസ്താംകോണം പ്രദേശങ്ങളിൽ നിന്ന് പത്തനാപുരം മണ്ഡലത്തിലെ മുക്കടവിലേക്ക് പോകാൻ വേണ്ടി ശാസ്താംകോണം നിവാസികൾ ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. പുനലൂർ ശാസ്താംകോണം വള്ളക്കടവിനെ ബന്ധിപ്പിച്ചിരുന്നത് കടത്തുവള്ളമായിരുന്നു. എന്നാൽ കടത്തുവള്ളത്തിന്റെ സേവനം നിലച്ചിട്ട് വർഷങ്ങളായി. തുടർന്ന് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കല്ലടയാറിന് കുറുകെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നു. എന്നാൽ വാഗ്ദാനമല്ലാതെ മറ്റൊന്നും തന്നെ നടന്നില്ല. കല്ലടയാറിന്റെ ഇരുകരകളിലും താമസിക്കുന്ന ജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ മറുകരയെത്താൻ വേണ്ടി വർഷങ്ങളായി കടത്തുവള്ളത്തെയാണ് ആശ്രയിച്ചിരുന്നത്. ഇത് നിർത്തലാക്കിയതോടെ പുനലൂർ നഗരം ചുറ്റി യാത്ര ചെയ്യേണ്ട ഗതികേടാണ് ഉണ്ടായിട്ടുള്ളത്. മുക്കടവിലേക്ക് പോകാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നത് കൂടുതലും ശാസ്താംകോണം, വള്ളക്കടവ്, കല്ലുമല, ശിവൻകോവിൽ മുകളിൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ്. പത്തനാപുരം പുനലൂർ റോഡിലെ നെല്ലിപ്പള്ളി മുക്കടവ് പാത മാത്രമാണുള്ളത്. ശാസ്താംകോണം നിവാസികൾക്ക് പുനലൂർ പത്തനാപുരം റോഡിലെ നെല്ലിപ്പള്ളി മുക്കടവ് പാതയിലേക്ക് പോകാൻ 7 കിലോമീറ്റർ അധികം സഞ്ചരിക്കണം. ഇതുമൂലമാണ് പാലം എന്ന ആവശ്യം ശക്തമായി ഉയരുന്നത്. കിൻഫ്ര പാർക്ക്, അയ്യങ്കാളി എഞ്ചിനീയറിംഗ് കോളേജ്, സ്കൂളുകൾ എന്നിവ ശാസ്താംകോണം വള്ളക്കടവിന്റെ മറുകരയായ മുക്കടവിലാണുള്ളത്. പാലത്തിനായി പുനലൂർ പത്തനാപുരം MLAമാർ മുൻകൈയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ആവശ്യമുയർത്തി നേരത്തെ ഒപ്പുശേഖരണം ഉൾപ്പെടെ നടത്തിയിരുന്നു. എന്നാൽ പാലത്തിന്റെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനങ്ങളൊന്നുമായില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ 110 kV ട്രാക്ഷൻ സബ്സ്റ്റേഷന് വൈദ്യുതി നൽകാൻ ഭൂമിക്കടിയിലൂടെ കേബിൾ സ്ഥാപിക്കുന്ന KSEBയുടെ പ്രവൃത്തികൾ പൂർത്തിയായി. 3.5 മാസം നീണ്ട പ്രവൃത്തിയാണ് പൂർത്തിയായത്. പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് പൂർത്തിയായിട്ടുള്ളത്. UG കേബിളിനൊപ്പം ഭൂമിക്കടിയിലൂടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളും സബ്സ്റ്റേഷനുകളിൽ പാനലുകളും കണ്ടക്ടറുകളും സ്ഥാപിക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. OFC സ്ഥാപിക്കുന്ന ജോലി ഈ ആഴ്ച പൂർത്തിയാകും. പാനലുകൾ സ്ഥാപിക്കുന്ന ജോലി പുരോഗമിക്കുകയാണ്. വിദഗ്ധ പരിശോധനകൾ കൂടി പൂർത്തിയായാൽ മാത്രമേ KSEB സബ്സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി വിതരണം സാധ്യമാകൂ. ജൂലൈ 15ഓടെ സബ്സ്റ്റേഷന് വൈദ്യുതി നൽകാൻ സാധിക്കുമെന്നാണ് KSEB അധികൃതരുടെ പ്രതീക്ഷ. ദിവസങ്ങൾക്ക് മുമ്പാണ് UG കേബിൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയായത്. ചെന്നൈയിൽ നിന്നുള്ള ഏജൻസിയിൽ നിന്ന് അധികൃതരെത്തി കേബിളുകൾ പരിശോധിച്ച് ക്ഷമത ഉറപ്പുവരുത്തുകയും ചെയ്തു. പ്രതികൂല കാലാവസ്ഥ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടും വിജയകരമായി പ്രവൃത്തി പൂർത്തിയാക്കാൻ സാധിച്ചതായി KSEB അധികൃതർ പറഞ്ഞു. KSEB സബ്സ്റ്റേഷനിൽ നിന്ന് റെയിൽവേയുടെ ട്രാക്ഷൻ സബ്സ്റ്റേഷൻ വരെയുള്ള 2.25 കിലോമീറ്റർ ദൂരത്തിലാണ് UG കേബിൾ സ്ഥാപിച്ചത്. മെയ് മാസത്തിൽ വൈദ്യുതി ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും വിവിധ കാരണങ്ങളാൽ പ്രവൃത്തികൾ നീണ്ടുപോവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചലിൽ സർവീസ് ആരംഭിച്ച AC സ്വകാര്യ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പുനലൂർ ചണ്ണപ്പേട്ട റൂട്ടിലാണ് ബസ് സർവീസ് നടത്തുന്നത്. PS സുബാൽ MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ഇന്നു മുതൽ ഈ ജില്ലയിൽ ആദ്യമായി ഓടുന്ന AC ചെയ്ത സ്വകാര്യ ബസ് എന്ന അഞ്ചലിൽ AC സൗകര്യത്തോടുകൂടി സർവീസ് ആരംഭിച്ച സ്വകാര്യ ബസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങാണ് നടത്തിയത്. പുനലൂർ ചണ്ണപ്പേട്ട റൂട്ടിൽ സർവീസ് ആരംഭിച്ച ഫർഹാൻ ബസിന്റെ ഫ്ളാഗ് ഓഫ് PS സുബാൽ MLA നിർവഹിച്ചു. അലക്സാണ്ടർ സാർ പറഞ്ഞതുപോലെ നമ്മുടെ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു പ്രൈവറ്റ് ബസ് പൂർണ്ണ AC ആക്കി സർവീസ് നടത്താൻ പോകുന്നത്. ഇതൊരു പുതുമയുള്ളൊരു കാര്യമാണ്.
യാത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരമൊരു കാര്യങ്ങൾ തീരുമാനിച്ച മുൻകൈയെടുത്ത ശ്രീ റഷീദ് കുട്ടി, അദ്ദേഹം ഒരു പ്രവാസിയാണ്, നമ്മുടെ നാട്ടിൽ ബിസിനസ് നടത്തി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും നമുക്ക് നൽകണം. കാരണം ഒരു നിരവധി ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായും ഈ സംരംഭം വളരെ വിജയകരമായി മാറട്ടെ എന്ന്. കൈപ്പള്ളിമുക്ക് സ്വദേശി റഷീദ് കുട്ടിയാണ് പൊതുജനങ്ങൾക്കായി ബസിന്റെ സർവീസ് ആരംഭിച്ചത്. ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വള്ളികുന്നം വട്ടേക്കാട് ദേവി ക്ഷേത്രത്തിലെ കളത്തട്ട് തകർന്നു വീണു. തലമുറകൾ പഴക്കമുള്ളതാണ് കളത്തട്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് കളത്തട്ട് നിലംപൊത്തിയത്. ഇതിന്റെ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു കളത്തട്ട് നേരത്തെ തകർന്നു വീണിരുന്നു. വർഷങ്ങളുടെ പഴക്കമുള്ള വള്ളികുന്നം വട്ടക്കാട് ദേവി ക്ഷേത്രത്തിലെ കളത്തട്ടാണ് തകർന്നു വീണത്. കളത്തട്ട് ക്ഷയോന്മുഖമായ അവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് കളത്തട്ട് നിലംപതിച്ചത്. ഇതിനൊപ്പമുണ്ടായിരുന്ന മറ്റൊരു കളത്തട്ട് നേരത്തെ തകർന്നു വീണിരുന്നു. കളത്തട്ട് നവീകരിക്കണമെന്ന് ഭരണസമിതി ദേവസ്വം ബോർഡിനെ അറിയിച്ചിരുന്നു. വർഷങ്ങൾ പഴക്കമുള്ള കളത്തട്ടാണ്. വർഷങ്ങളായിട്ട് തന്നെ ഇത് ജീർണാവസ്ഥയിലായിരുന്നു. നേരത്തെ അത് ശ്രദ്ധിക്കാൻ ഭരണാധികാരികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശവാസികൾക്കോ ആർക്കും തന്നെ കഴിഞ്ഞില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ 8 മാസ കാലയളവിനുള്ളിൽ ഞങ്ങളുടെ ഈ ഉപദേശ സമിതി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് നിവേദനങ്ങൾ സമർപ്പിച്ചു. അതിൻ്റേതായ രീതിയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്ഥലത്ത് സന്ദർശിച്ചു. അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ നിർമ്മാണ അനുമതി തന്നിട്ടുള്ളത്. കളത്തട്ട് നവീകരിക്കുന്നതിന് അനുമതി കാത്തിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം കളത്തട്ട് തകർന്നു വീണത്. രണ്ടാമത്തെ ഭരണസമിതി വന്നിട്ട് അവർ ഒറ്റരാശി ഏതാണ്ടൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ 8 മാസത്തിനകം പണി തീർക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും അതിനൊരു കൂട്ടായ്മ, ഒരു നാട്ടുകാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി കളത്തട്ട് നിർമ്മിക്കുന്നതിലേക്ക് വേണ്ട സജീവ പ്രവർത്തനങ്ങൾ ഇതുവരെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കുറേ കാലങ്ങളായിട്ട് ഇത് പുനർനിർമ്മിക്കണമെന്നുണ്ട്. നാട്ടുകാർ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ ഉള്ള ഭരണസമിതിയും ഇതിനുള്ള ശ്രമത്തിലാണെന്നാണ് അറിയുന്നത്. എത്രയും വേഗം തന്നെ ഇത് പൂർത്തീകരിച്ച് കാണുവാൻ ഇവിടുത്തെ നാട്ടുകാരെ ആഗ്രഹിക്കുന്നു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. MDMA-യുമായി SDPI പ്രവർത്തകൻ അറസ്റ്റിൽ. പോരുവഴി കമ്പലടി സ്വദേശി അൻസലാണ് അറസ്റ്റിലായത്. റൂറൽ ഡാൻസ് ഓഫ് ടീമും ശൂർനാട് പോലീസും ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. SDPI പ്രവർത്തകനായ പോരുവഴി കമ്പലടി പുന്നവിള വീട്ടിൽ അൻസലിനെയാണ് പിടികൂടിയത്. റൂറൽ ഡാൻസ് ഓഫ് ടീമും ശൂർനാട് പോലീസും ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 1.5 ഗ്രാം MDMA-യും കണ്ടെടുത്തു. ഇയാളുടെ പാന്റിന്റെ പോക്കറ്റിൽ പൊതിഞ്ഞു സൂക്ഷിച്ച നിലയിലായിരുന്നു MDMA. മറ്റൊരാൾക്ക് കൈമാറാനായി വീടിന് സമീപത്ത് നിൽക്കുമ്പോഴായിരുന്നു പോലീസ് പിടികൂടിയത്. ശൂർനാട് SI ജോസഫ് ലിയോൺ, SI ദീപു, റൂറൽ ഡാൻസ് ഓഫ് ടീം എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. റോഡ് തകർന്നിട്ട് നാളുകൾ. നവീകരണം നടത്താത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡിലെ വാഴവേലിമുക്ക് കണ്ണനാകുഴി റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത്. ഭരണിക്കാവ് പഞ്ചായത്ത് 12-ാം വാർഡിലെ വാഴവേലിമുക്ക് കണ്ണനാങ്കുഴി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രദേശവാസികൾ വാഴ നട്ട് പ്രതിഷേധിച്ചത്. 20 വർഷമായി റോഡ് തകർന്നു കിടക്കുകയാണ്. റോഡ് നന്നാക്കി നൽകാമെന്ന് പറഞ്ഞ് വോട്ട് വാങ്ങുന്നതല്ലാതെ അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇലക്ഷന് തൊട്ടാഴ്ച 2 ആഴ്ച മുമ്പ് ആകുമ്പോഴത്തേന് നെയിം സ്ലിപ്പും മറ്റു കാര്യങ്ങളും സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയും കൊണ്ടുവന്ന് വീടാന്തരം കയറി ഇറങ്ങി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് 2 കൂട്ടർ ഇത്രയും ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു. ഈ പറ്റിക്കുന്നതിന് ഒരു അവഗണനയായിട്ടാണ് ഞങ്ങളെ കാണുന്നത്. ഞങ്ങൾ ഈ വാഴവേലിമുക്ക് മുതൽ ചീപ്പുമുക്ക് വരെയുള്ള ഈ റോഡിൻ്റെ 2 സൈഡിലും താമസിക്കുന്ന 10-200 കുടുംബങ്ങളുണ്ട്. ഈ കുടുംബങ്ങളിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നതും മറ്റ് പള്ളിയിൽ പോകുന്നതും അമ്പലങ്ങളിൽ പോകുന്നതും മദ്രസകളിൽ പോകുന്നതും ഇതെല്ലാം ഇതിലേക്കൂടെ പോകുന്ന വണ്ടികളാണ്. ഇപ്പോൾ തന്നെ ഇവിടെ സ്കൂൾ ബസ്സുകൾ ഇവിടെ വണ്ടി കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഈ ഭാഗത്തോട്ട് ബസ് വരവില്ല. വാഴവേലിമുക്കിന് വരെ വന്നിട്ട് വണ്ടി ഇവിടുന്ന് കുട്ടികളെയും കൊണ്ട് ഈ വെള്ളത്തിൽ കൂടെ പെണ്ണുങ്ങളും കുട്ടികളും കൂടെ നീന്തിയാണ് പടിഞ്ഞാറ് അറ്റം വരെ കൊണ്ടുപോയി വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാം ഒരു പരിഹാരം കാണും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പം ഞങ്ങൾ ഇങ്ങനെ തിരിച്ചിരിക്കുന്നത്. പിന്നെ ഇലക്ഷൻ ഇനി അടുത്ത പഞ്ചായത്ത് ഉടനെ വരുമ്പോൾ ഉടനെ 2 ആഴ്ചയാകുമ്പോൾ 2-3 പാർട്ടിക്കാർ വരികയും പോവുകയും എല്ലാം ചെയ്യും. വീണ്ടും ഇതുപോലെ ഞങ്ങളെ പറ്റിക്കാം എന്നുള്ള ഒരു പരിപാടിയാണെങ്കിൽ ഈ പഞ്ചായത്ത് ഇലക്ഷനോടുകൂടി ഞങ്ങൾ ബഹിഷ്കരിക്കാനിരിക്കുകയാണ്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരോട് പരാതി പറഞ്ഞ് മടുത്തതായും പ്രദേശവാസികൾ പറയുന്നു. പാർട്ടി സദസ്സ് CPM-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പാർട്ടി സദസ്സിൽ വെച്ച് MLA-യോട് ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴും
പാർട്ടി നേതൃത്വം പറഞ്ഞത് ആ റോഡിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് എന്നാണ്. തെറ്റായ ഒരു വിവരമാണെന്ന് എം എൽ എയോട് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് എം എൽ എ പറയുന്നത് ശരി, എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല, ഉടനെ അതിൻ്റെ കാര്യം ആലോചിക്കാമെന്ന്. എം എൽ എയുടെ ശ്രദ്ധയിൽ പോലും പെട്ടിട്ടില്ല എന്ന് പറയുന്ന ഈ 2025 ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു പദ്ധതി എങ്ങനെയാണ് താമസം വിനാ ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമായൊരു റോഡ് ഉണ്ടാകുക എന്നത് ഇന്നും ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കും എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ, ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. അതുകൂടാതെ തന്നെ സ്കൂൾ കുട്ടികളുടെ കാര്യം പറഞ്ഞു. സ്കൂൾ കുട്ടികൾ ഒരുപാട് കുട്ടികൾ ആശ്രയിക്കുന്ന റോഡാണ്. സൈക്കിളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും നിരന്തരമായ അപകടങ്ങൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴയായി കഴിഞ്ഞാൽ ശക്തമായ വെള്ളപ്പൊക്കം മൂലം റോഡ് ഗതാഗത യോഗ്യമല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ അല്പമെങ്കിലും കരുണയുണ്ടെന്നുണ്ടെങ്കിൽ പതിറ്റാണ്ടുകളായി അവഗണിക്കപ്പെട്ട ഈ റോഡിൻ്റെ നവീകരണവും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയേ പറ്റൂ. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. കാൽനട യാത്രക്കാർക്ക് പോലും നടന്നു പോകുവാൻ കഴിയാത്ത തരത്തിൽ റോഡിൽ വെള്ളക്കെട്ടാണ്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ന്യൂസ് ബ്യൂറോ, കറ്റാനം. ലോക യോഗാ ദിനം സംഘടിപ്പിച്ചു. വിവിധങ്ങളായ പരിപാടികളോടെയാണ് ദിനാചരണം നടത്തിയത്. ITBP 27ാം ബറ്റാലിയന്റെ നേതൃത്വത്തിൽ അഴീക്കലിലാണ് യോഗാ ദിനാചരണം നടത്തിയത്. ഒരു ഭൂമി ഒരു ആരോഗ്യം എന്ന സന്ദേശവുമായാണ് യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത്. ITBP 27ാം ബറ്റാലിയന്റെ നേതൃത്വത്തിലാണ് രാജ്യാന്തര യോഗാ ദിനം സംഘടിപ്പിച്ചത്. വിനോദസഞ്ചാര കേന്ദ്രമായ അഴീക്കൽ ബീച്ചിലായിരുന്നു യോഗാ ശിബിരം. പൊതുജനങ്ങൾക്കിടയിൽ യോഗയെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും ദൈനംദിന ജീവിതത്തിൽ യോഗയ്ക്കുള്ള പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും യോഗയുടെ പ്രയോജനങ്ങളെക്കുറിച്ചുള്ള സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയാണ് യോഗാ ശിബിരം സംഘടിപ്പിച്ചത്. ഒരു ഭൂമി ഒരു ആരോഗ്യം എന്നതായിരുന്നു ഈ വർഷത്തെ യോഗാ ദിനാചരണ പ്രമേയം. യൂണിറ്റ് കമാൻഡന്റ് വിവേക് കുമാർ പാണ്ഡെയുടെ നിർദ്ദേശാനുസരണം ITBP സേനാംഗങ്ങൾ പങ്കെടുത്ത യോഗാ ശിബിരത്തിന് അസിസ്റ്റന്റ് കമാൻഡന്റുമാരായ ബെന്നി ജോസ്, ഡോക്ടർ സ്വാതി ബാലചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ഇത് 27ാം ബറ്റാലിയൻ ശ്രീ വിവേക് കുമാർ പാണ്ഡെ കമാൻഡന്റിന്റെ ഡയറക്ഷനിലാണ് ഞങ്ങളിവിടെ ഈ പരിപാടി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. എന്നോടൊപ്പം ഡെപ്യൂട്ടി കമാൻഡന്റ് ശ്രീ ജയേഷ് കുമാർ സാവും ITBPയുടെ 101 പട്ടാളക്കാരും ഈ അഴീക്കൽ ബീച്ചിൽ വന്നുകൂടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കുട്ടികളുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് കരുനാഗപ്പള്ളി ജോൺ എഫ് കെന്നഡി മെമ്മോറിയൽ സ്കൂളിൽ തുടക്കമായി. ആ അമ്മ അന്നം അറിവ് എന്ന പേരിലാണ് കുട്ടികളുടെ ലിറ്റററി ഫെസ്റ്റിവലിന് തുടക്കം കുറിച്ചത്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ആദ്യമായാണ് കുട്ടികളുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് എഴുത്തുകാരുമായി സംവാദം, സിനിമാ പ്രദർശനം, വിവിധ കലാരൂപങ്ങൾ പരിചയപ്പെടുത്തൽ, ചർച്ച, പുസ്തക ചർച്ചകൾ, ഗ്രന്ഥശാല സന്ദർശനങ്ങൾ എന്നിങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ നടക്കും. ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് തുടക്കം കുറിച്ച് നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് താഹിർ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ മായ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ പങ്കെടുക്കുന്ന 13 പരിപാടികളിൽ ഒട്ടും ആലങ്കാരികമല്ലാതെ കെന്നഡി സ്കൂളിനോടുള്ള എൻ്റെ പ്രത്യേക സ്നേഹത്തിൻ്റെ പേരിലല്ലാതെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പങ്കെടുക്കുന്ന മെച്ചപ്പെട്ട ഒരു വായനാ ദിന പരിപാടിയിലായിരിക്കും എന്നാണ്. എന്തുകൊണ്ടാണ് ഇത് മെച്ചപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഒരാളുടെ സാന്നിധ്യം കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളോടൊക്കെ തന്ന വൈകി പറയാനിരിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇന്നലകളിൽ നിങ്ങൾ പഠിച്ചിരുന്ന അതേ ബെഞ്ചിൽ നിന്ന് പഠിച്ചിറങ്ങിപ്പോയി അധിക നാളുകളല്ലാതെയായ ഒരു കുട്ടി ഈ വേദിയിൽ മുഖ്യ അതിഥിയാകുന്നത് ഇന്നൊരു പക്ഷേ കരുനാഗപ്പള്ളി താലൂക്കിൽ ഞാൻ കാണുന്ന ഏക സ്കൂളായിരിക്കും ഞാൻ കരുതുന്നു. കലാമണ്ഡലം കൃഷ്ണപ്രസാദ് ക്ലാസിന് നേതൃത്വം നൽകി. കവിയും ഗാനരചയിതാവുമായ മുരുകൻ കാട്ടാക്കടയുമായി വിദ്യാർത്ഥികൾ സംവദിച്ചു. നാം കണ്ട കനവിന്റെ മധുരം മിഴിപ്പൂ നനച്ചു രേണുകേ രേണുകേ നീ രാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൽ പരാഗരേണു പിരിയുമ്പോഴേ തോന്നലഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. പ്രഥമാധ്യാപിക മീര സിറിൽ, അഡ്മിനിസ്ട്രേറ്റർ ഗംഗാറാം കണ്ണമ്പള്ളിൽ, സുധീർ ഗുരുകുലം, ജിഹാസ് തേവലക്കര, സിനോപി ബാബു, ശ്രീരാഘു പതാരം, അക്ഷയ് ചന്ദ്രൻ, ഷീജ സി, ജയകുമാരി ഒ, ബിന്ദു KR, അനിത S ബാബു, ആശ KG, ശ്രീജ R, ബിന്ദു S, ബിജു തേവലക്കര എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. UDF പഞ്ചായത്ത് അംഗങ്ങൾ പ്രതിഷേധ സമരം നടത്തി. നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാത്തതിലും നിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചവറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം.
വർഷങ്ങൾ പിന്നിട്ടിട്ടും നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാത്തതിലും നിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുമാണ് UDF ചവറ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ UDF അംഗങ്ങൾ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത്. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ സമരം ഉദ്ഘാടനം ചെയ്തു. നാടിന് ഗുണകരമാം വിധം ആശുപത്രി കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കണമെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തട്ടിക്കൂട്ടി ഉദ്ഘാടനം നടത്തിയാൽ അതിനെതിരെ UDF ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങുമെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. UDF ഭരണകാലത്ത് ചവറയിൽ കൊണ്ടുവന്ന ഒട്ടേറെ വികസനങ്ങൾ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ബജറ്റിൽ ചവറയ്ക്ക് ഒരിടം ലഭിക്കുമായിരുന്നു, അത് ഇല്ലാതായതായും ഷിബു ബേബി ജോൺ പറഞ്ഞു. എത്രത്തോളം അശാസ്ത്രീയമായിട്ടാണ് ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. കാരണം ഏതൊരു കെട്ടിടത്തിലേക്ക് നമ്മൾ വീട് പണിതാലും ഏതൊരു സമൂഹത്തിലും ഒരു കെട്ടിടത്തിലേക്ക് കയറുമ്പോൾ 2 പടി കയറി മുകളിലോട്ടാണ് കയറേണ്ടത് അല്ലേ? അങ്ങനെയാണല്ലോ നിർമ്മാണം. ഇവിടെ രാത്തോട്ട് കയറുമ്പോൾ 2 പടി ഇറങ്ങി താഴോട്ട് ഇറങ്ങണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഡിസൈൻ ഫോൾട്ട് അവിടെ തുടങ്ങി. ആ ഡിസൈൻ ഫോൾട്ട് ഉള്ളത് കൊണ്ട് അത് മറച്ചു വയ്ക്കാൻ വേണ്ടി ഇതിന്റെ ചുറ്റിനും വാനം തോണ്ടി മണ്ണെടുത്ത് മാറ്റി ടൈലിട്ട് താഴോട്ടാക്കിയിരിക്കുകയാണ്. അന്നേരം ഒരു ശക്തമായ മഴ പെയ്താൽ ഇതിനകത്തേക്ക് വെള്ളം കയറുന്ന അവസ്ഥയിലാണ് ഇത് പണിതു വെച്ചേക്കുന്നത്. മാത്രവുമല്ല, മൊത്തം അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരൊക്കെയോ പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രം ഉപകരിച്ചതുകൊണ്ട് ഈ കാലയളവിൽ നിർമ്മാണ പ്രവർത്തനത്തിന് 6 തവണ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു ഉദ്യോഗസ്ഥർ. 6 സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു, അശാസ്ത്രീയം ചൂണ്ടിക്കാണിച്ചു. അത് കഴിഞ്ഞ് കോൺട്രാക്ടർ ഓരോരുത്തരെയും പോയി കൈയും കാലും പിടിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് കൊടുക്കാനുള്ളത് കൊടുക്കും, സ്റ്റോപ്പ് മെമ്മോ നീക്കും. അടുത്ത ആൾ വീണ്ടും സ്റ്റോപ്പ് മെമ്മോ കൊടുക്കും. 4-5 OP ഉള്ളൂ. 10-600 പേര് വന്നുകൊണ്ടിരുന്ന OP വന്നുകൊണ്ടിരുന്ന ഒരു ആശുപത്രിയുടെ അവസ്ഥയാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് നോക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇത് ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ എന്തിനായി പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്നുള്ളതാണ്. ഒരു ഏറ്റവും പാവപ്പെട്ടവൻ ആശ്രയിക്കുന്നതാണല്ലോ സർക്കാർ ആശുപത്രി. ഇനി തട്ടിക്കൂട്ടി ഉദ്ഘാടനം നടത്താൻ, ഈ നിലയിൽ ഉദ്ഘാടനം നടത്താനുള്ള ശ്രമവുമായി വരികയാണെങ്കിൽ നാടിന് പ്രയോജനമില്ലാത്ത നിലയിലേക്കുള്ള ഒരു കെട്ടിടം പണിത് വെച്ച് അതിന്റെ ഉദ്ഘാടനം നടത്തി വികസനമായി ചിത്രീകരിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ അത് തുറന്നു കാട്ടാനുള്ള ശേഷി ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ട്. ഈ വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട് നാടിന് ഗുണകരമാകുന്ന നിലയിലേക്ക് ഇത് മാറണം. DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് പ്രഭാഷണം നടത്തി. സമൂഹത്തിലെ ഏറ്റവും താഴെയുള്ള താഴെത്തട്ടിലുള്ള പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ദുഃഖം അനുഭവിക്കുന്ന ജനവിഭാഗമില്ലേ, അവരെ സഹായിക്കേണ്ടേ നിങ്ങൾ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് വ്യക്തിപരമായി ആവശ്യപ്പെടുന്നു, ഈ ആശുപത്രികളിലെ മാറ്റമുണ്ടാക്കാൻ നിങ്ങൾ MLA എന്നുള്ള നിലയിൽ മുൻകൈയെടുക്കണം. ഞങ്ങൾ ആ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാമെന്ന് ഞാൻ പറയുന്നു. കാരണം വികസന പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയ ഭേദമില്ല. ജനങ്ങളെ ബാധിക്കുന്ന, അവർക്ക് ആശ്വാസം കിട്ടുന്ന ഏത് വികസന പ്രവർത്തനം ആര് നടത്തിയാലും അതിന്റെ കൂടെ നിൽക്കുവാൻ UDFും കോൺഗ്രസും തയ്യാറാണ്. UDF ചെയർമാൻ കോലത്ത് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ JR സുരേഷ് കുമാർ, P. ശ്രീകല, ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. INTUC ദേശീയ സെക്രട്ടറി K. സുരേഷ് ബാബു, DCC വൈസ് പ്രസിഡന്റ് R. അരുൺരാജ്, G. സേതുനാഥൻ പിള്ള, ചക്കിനാൽ സനൽകുമാർ, വിഷ്ണു വിജയൻ, ജസ്റ്റിൻ ജോൺ, മേച്ചേഴത്ത് ഗിരീഷ് കുമാർ, ജയകുമാർ, സോഫിയ സലാം, MA കബീർ, കിണറുവിള സലാഹുദ്ദീൻ, ഫ്രാൻസിസ് നെറ്റോ, S. ലാലു, C. ഉണ്ണികൃഷ്ണൻ, മുംതാസ്, പാലോട്ട് രമേശ് ബാബു, ചവറ ഹരീഷ് കുമാർ, ഷംല നൌഷാദ്, ശരത്ത് പട്ടത്താനം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. വീട് വയ്ക്കാൻ ഭൂമിയും ജീവിത ചെലവിനായി സ്ഥിര നിക്ഷേപവും നൽകി വീട്ടമ്മ. തഴവ കുതിരപ്പന്തി കൈപ്ലേത്ത് കുടുംബാംഗം സുകുമാരിയാണ് സ്വന്തമായി കിടപ്പാടമില്ലാത്ത പുലംഭാഗത്ത് പടിയിട്ടതിൽ വത്സലയ്ക്ക് ഭൂമിയും ജീവിത ചെലവിനുള്ള തുകയും നൽകിയത്. ഭർത്താവ് സഹദേവന്റെ സ്മരണയ്ക്കായാണ് വീട് വയ്ക്കാനായി 3 സെന്റ് ഭൂമിയും ജീവിത ചെലവിനായി നിശ്ചിത തുകയുടെ സ്ഥിര നിക്ഷേപവും നൽകിയത്. തഴവ കുതിരപ്പന്തി കൈപ്ലേത്ത് കുടുംബാംഗമായ സുകുമാരിയാണ് പുല്ലംഭാഗത്ത് പടിയിട്ടതിൽ വത്സലയ്ക്ക് ഭൂമിയും തുകയും നൽകിയത്. CR മഹേഷ് MLA ഭൂമിയുടെ രേഖ കൈമാറി. മനുഷ്യന് കുടിവെള്ളവും വൈദ്യുതിയും എല്ലാം മുടക്കുന്ന ഈ നാട്ടിൽ ഇങ്ങനെയുള്ള പുണ്യപ്രവൃത്തി ചെയ്യുന്നത് അത് രഹസ്യമായി ചെയ്യണമെന്നായിരുന്നു ഈ കുടുംബത്തിന്റെ ആഗ്രഹം. പക്ഷേ നമ്മളാണ് പറഞ്ഞത് ഇത് മറ്റുള്ളവർക്ക് ഏക്കർ കണക്കിന് ഭൂമി കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രചോദനമാണ്. 2, 3, 4, 5 ഏക്കർ ഭൂമിയുള്ള ആളുകൾ ഒരു കുടുംബത്തിന് ഒരു 3 സെന്റെങ്കിലും കൊടുക്കാൻ മനസ്സ് കാണിക്കട്ടെ, അവരുടെ കണ്ണ് തുറക്കട്ടെ എന്നൊരു പ്രവൃത്തി, പുണ്യപ്രവൃത്തി
അവർക്ക് കൂടി തോന്നാൻ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കുറച്ചുപേരെയെങ്കിലും അറിയിച്ചുകൊണ്ട് ഇത് നടത്തുന്നത്. തഴവ ബിജു, സലിം അമ്പിത്തറ, ഉണ്ണികൃഷ്ണൻ കുശസ്ഥലി, എസ് വത്സല, കൈപ്ലേത്ത് ഗോപാലകൃഷ്ണൻ, ലിനു മാത്യു, ബിജു പാഞ്ചജന്യം, സുഗതൻ, ഷീബ ബിനു, പോണാൽ സുശീൽ കുമാർ, ഗോപാലകൃഷ്ണൻ കുന്നുതറ, വാമദേവൻ പിള്ള, വിജയൻ പൊന്നാലയം, തഴവ സത്യൻ, മഹേശ്വര പണിക്കർ എന്നിവർ പങ്കെടുത്തു. എന്റെയും കൂടി അവസ്ഥയാണ്, അല്ലെങ്കിൽ എനിക്കും നാളെ ഇതാണ് അവസ്ഥ എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരാൾ മനുഷ്യനായി മാറുന്നത് എന്ന് മഹാനായ ഗുരുദേവൻ ഉൾപ്പെടെ പല ആചാര്യന്മാരും നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 5 പെൺമക്കളും 5 പെണ്ണുങ്ങളും മാത്രമാണ് കുടുംബത്തിലെ കുത്തിട്ടുകാരതിൽ പൂട്ടി. ആ പൂട്ടൊന്ന് തുറന്നു കൊടുക്കാൻ ആളില്ല, പേടി. പക്ഷെ അവസാനം അവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരും DYFIക്കാരുടെ ഒന്നായി അവർ ഒന്നിച്ചിരുന്നുകൊണ്ട് ആ പൂട്ട് തുറന്നു. അവരെ അതിനകത്ത് കയറ്റി കിടത്തി. MLA ഇവിടെ ചെയ്ത് എന്താ കഴിഞ്ഞിവിടെ ആലപ്പാട് വരുന്നത് വരട്ടെ, എന്ത് സംഭവിച്ചോട്ടെ, നിയമത്തിന് ഒരു നല്ല കാര്യം ചെയ്ത് ജയിലിൽ പോട്ടെ, എന്താ ജയിലിൽ പോയാൽ നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ട് എവിടെ പോയാലും നമുക്ക് അഭിമാനമേ ഉള്ളൂ. ഞാനത് പറഞ്ഞ അതാണ് ഇപ്പൊ ഇവിടെ ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, തഴവ. പ്രധാന വാർത്തകൾ വീണ്ടും. പുനലൂർ ശാസ്താംകോണം വള്ളക്കടവിനെ ബന്ധിപ്പിച്ച് കല്ലടയാറിന് കുറുകെ പാലം നിർമ്മിക്കണമെന്നാവശ്യം. നിരവധി പരാതികൾ നൽകിയിട്ടും നടപടിയില്ല. പാലം വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുന്നു. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ 110 kV ട്രാക്ഷൻ സബ്സ്റ്റേഷന് വൈദ്യുതി നൽകുന്ന പദ്ധതി. ഭൂമിക്കടിയിലൂടെ കേബിൾ സ്ഥാപിക്കുന്ന KSEBയുടെ പ്രവൃത്തികൾ പൂർത്തിയായി. 3.5 മാസം നീണ്ട പ്രവൃത്തിയാണ് പൂർത്തിയായിട്ടുള്ളത്. ലോക യോഗാ ദിനാചരണം. വിവിധ കേന്ദ്രങ്ങളിൽ യോഗാ ദിനം ആചരിച്ചു. ഒരു ഭൂമി ഒരു ആരോഗ്യം എന്ന സന്ദേശവുമായിരുന്നു യോഗാ ദിനാചരണം. MDMAയുമായി SDPI പ്രവർത്തകൻ അറസ്റ്റിൽ. ഒരുവഴി കമ്പലടി സ്വദേശി അൻസറാണ് അറസ്റ്റിലായത്. റൂറൽ ഡാൻസ് ഓഫ് ടീമും ഷൂർനാട് പോലീസും ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.